വാഴ്ത്തിപ്പാടിടാൻ വാ. സ്വർഗതാതന്റെ സൃഷ്ടി വൈഭവമിത്ര ഉന്നതമേ. ഹായ് ലോകം സൃഷ്ടിച്ച സ്വർഗതാതനെ വാഴ്ത്തിപ്പാടിടാൻ വാ. സൂര്യചന്ദ്ര താരങ്ങളും സൃഷ്ടി ചെയ്ത താതനെത്ര ഉന്നതൻ. സമതലവും സാഗരവും അമ്പരം ചുംബിച്ചിടുന്ന പർവ്വതങ്ങളും സൃഷ്ടി ചെയ്ത താതനെത്ര ഉന്നതൻ. സ്വാഗതം. സ്നേഹമുളി ചക്കരമുത്തി ഉമ്മകളായിരം തന്നീടാം. അമ്മയെക്കാളും ഓമനിക്കും ദൈവവചനം സ്വന്തമാക്കിടാനോടിവാ, ഓടിവാ, ഓടി ഓടിവാ. അമ്മേ, എന്ത് രസമായി ബൈബിൾ! എന്തോരം കഥകളാണിതിൽ. കഥ മാത്രമല്ല, നാടകവും ഡാൻസും ചരിത്രവും സാഹിത്യവും യുദ്ധങ്ങളും എല്ലാം നമ്മുടെ ബൈബിളിലുണ്ട്. എന്താ അമ്മേ എന്നെ നേരത്തെ ബൈബിൾ കഥകൾ പഠിപ്പിക്കാഞ്ഞത്? മോളെ, നീ എന്റെ ഉദരത്തിലായിരിക്കുമ്പോൾ ഞാനും നിന്റെ പപ്പായും പറഞ്ഞു തന്നിട്ടുള്ളതെല്ലാം ബൈബിൾ കഥകളായിരുന്നു. ബൈബിൾ വായിച്ചറിഞ്ഞ് പഠിക്കുന്നതാ അതിന്റെ ഒരു ത്രില്ല്. ബൈബിൾ തമാശയല്ല, ഇതൊരു കഥാപുസ്തകവുമല്ല. ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയ സമ്മാനമാണ് അവിടുത്തെ വചനം. അതൊക്കെ നമുക്കറിയാം. എന്റെ പൊന്നുമോൾ എല്ലാ ദിവസവും ബൈബിള് വായിക്കണം, പഠിക്കണം. ആട്ടവും പാട്ടും ഗെയിമും കൂടെ കുറെ വചനവും പഠിച്ചു. എന്നാലും കുറവുകളൊക്കെ നിറവുകളാക്കാൻ ദൈവമൊരുക്കിയ ആഘോഷ ദിനങ്ങൾ വരവായി മോളെ. അമ്മേ, ഈ വർഷം ബൈബിൾ മൊത്തം പഠിക്കല്ലേ? പയ്യെ തിന്നാൽ പനയും തിന്നാം. നമുക്ക് ഈ വർഷം ബൈബിളിലെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തിയിൽ തുടങ്ങാം. സൃഷ്ടികർമ്മം പൂർത്തിയാക്കിയ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിൽ പരിതപിച്ചു. തന്റെ സൃഷ്ടികളെ മുഴുവൻ ഭൂമുഖത്തു നിന്നും തുടച്ചു മാറ്റുവാൻ തീരുമാനിച്ചു. സൃഷ്ടിയുടെ ദുഷ്ടത സൃഷ്ടാവിനെ ദുഃഖിപ്പിച്ചു. എന്നാൽ ഒരു മനുഷ്യൻ കർത്താവിന്റെ പ്രീതിക്ക് പാത്രമായി. നാട്ടിൽ എന്തൊക്കെയോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. വൻമരമായ ഗോഫേർ വെട്ടി വീഴ്ത്തി ആരോ പെട്ടകം പണിയുന്നു. നമ്മുടെ കൂടെ കൂടാത്ത തലയ്ക്ക് സുഖമില്ലാത്ത കിളവനും അവന്റെ 3 മക്കളും കൂടെയാണ് പെട്ടകം പണിയുന്നത്. 500 കഴിഞ്ഞാലേ ബുദ്ധി ഓർമ്മയൊക്കെ അടിച്ചു പോവും. മഴമേഘങ്ങൾ ഭൂമിയോട് കലഹിച്ചിട്ട് പോയിട്ട് കാലങ്ങളായി. നദികൾ വറ്റി വരണ്ടു. സമുദ്രത്തിലൂടെ നമ്മൾ നടവഴി തീർത്തു. പിന്നെ എന്തിനാണ് ഇപ്പോൾ ഒരു പെട്ടകം? കടലിലൂടെ നടക്കാൻ പെട്ടകം ഉണ്ടാക്കിയ വിഡ്ഢിയുടെ കഥ ഓർത്തോർത്ത് ചിരിക്കാം നമുക്ക്. ആരവിടെ?
300 മുഴം നീളത്തിൽ, 50 മുഴം വീതിയിൽ, 30 മുഴം ഉയരത്തിൽ ഗോഫേർ മരം കൊണ്ട് നമ്മുടെ രാജ്യത്തൊരു മണ്ടൻ വലിയൊരു പെട്ടകം പണിതിരിക്കുന്നു. അവനും അവന്റെ മക്കളും കിളികളെയും കാട്ടുമൃഗങ്ങളെയും പിടിക്കാനിറങ്ങിയിരിക്കുന്നു. വെള്ളപ്പൊക്കമുണ്ടായി നമ്മളും ഈ നാടുമെല്ലാം നശിക്കുമെന്ന് അവര് വീമ്പളക്കുന്നു. വെള്ളപ്പൊക്കം ഉണ്ടാകും പോലും കുടിവെള്ളം കിട്ടാക്കനിയായി ഈ നാട്ടിലാണോ ഒരു വെള്ളപ്പൊക്കം? കഷ്ടം, എല്ലാരും ആ മനുഷ്യനെ കളിയാക്കി കൊന്നു കാണും. 2018 നമ്മുടെ പ്രളയം മറക്കില്ല. അദ്ദേഹത്തെ എല്ലാവരും ട്രോളിക്കൊന്നു. 2018 ഓ ഇതതുക്കും മേലെ. ഭൂമി മുഴുവൻ വെള്ളത്തിൽ മുങ്ങി, പർവ്വതങ്ങൾ പോലും മുങ്ങിപ്പോയി. 150 ദിവസം നീണ്ടുനിന്ന വെള്ളപ്പൊക്കമായിരുന്നു. അയ്യോ, അപ്പോൾ എല്ലാവരും മരിച്ചു കാണുമല്ലോ. ദൈവം വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിച്ച ആ നീതിമാനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കേൾക്കാനും കാണാനും കൊതിയാവുന്നു. അതുക്കും മേലെ. മുത്തും പവിഴവുമല്ല, സ്വർണ്ണക്കട്ടിയുമല്ല. മുത്തും പവിഴവുമല്ല, സ്വർണ്ണക്കട്ടിയുമല്ല. സ്വർഗത്തിന്റെ ഭണ്ഡാരങ്ങൾ സകലതുമുണ്ടവിടെ. സ്വർഗത്തിന്റെ ഭണ്ഡാരങ്ങൾ സകലതുമുണ്ടവിടെ. സ്വർഗവും അതു തന്നെ, ഹേയ് സ്വർഗവും അതു തന്നെ. സ്വർഗവും അതു തന്നെ, ഹേയ് സ്വർഗവും അതു തന്നെ. അനുഗ്രഹമെന്നൊരു ദ്വീപുണ്ടവിടെ, വിധികളോരായിരം. അതുക്കും മേലെ. നൗകകൾ പോകത്തില്ല, അവിടെ പെട്ടകമില്ല. നൗകകൾ പോകത്തില്ല, അവിടെ പെട്ടകമില്ല. അനുസരണത്തിൽ കടഞ്ഞെടുത്തൊരു തോണിയിലേറിയിടാം. അനുസരണത്തിൽ കടഞ്ഞെടുത്തൊരു തോണിയിലേറിയിടാം. തുഴഞ്ഞെടുത്തിടാം, അവിടെ തുഴഞ്ഞെടുത്തിടാം. തുഴഞ്ഞെടുത്തിടാം, അവിടെ തുഴഞ്ഞെടുത്തിടാം. അനുസരിച്ചാൽ അനുഗ്രഹങ്ങൾ മഴ പോൽ പെയ്തിടും, കൃപകൾ മഴയായി പെയ്തിടും. അനുസരിച്ചാൽ അനുഗ്രഹങ്ങൾ മഴ പോൽ പെയ്തിടും, കൃപകൾ മഴയായി പെയ്തിടും. മഴയായി പെയ്തിടും, കൃപകൾ മഴയായി പെയ്തിടും. മഴയായി പെയ്തിടും, കൃപകൾ മഴയായി പെയ്തിടും. ഇല്ലേ? മുത്തും പവിഴവുമല്ല, സ്വർണ്ണക്കട്ടിയുമല്ല. മുത്തും പവിഴവുമല്ല, സ്വർണ്ണക്കട്ടിയുമല്ല. സ്വർഗത്തിന്റെ ഭണ്ഡാരങ്ങൾ സകലതുമുണ്ടവിടെ. സ്വർഗത്തിന്റെ ഭണ്ഡാരങ്ങൾ സകലതുമുണ്ടവിടെ. സ്വർഗവും അതു തന്നെ, ഹേയ് സ്വർഗവും അതു തന്നെ. സ്വർഗവും അതു തന്നെ, ഹേയ് സ്വർഗവും അതു തന്നെ. അനുഗ്രഹമെന്നൊരു ദ്വീപുണ്ടവിടെ, വിധികളോരായിരം.
അതുക്കും മേലെ. നൗകകൾ പോകത്തില്ല, അവിടെ പെട്ടകമില്ല. നൗകകൾ പോകത്തില്ല, അവിടെ പെട്ടകമില്ല. അനുസരണത്തിൽ കടഞ്ഞെടുത്തൊരു തോണിയിലേറിയിടാം. അനുസരണത്തിൽ കടഞ്ഞെടുത്തൊരു തോണിയിലേറിയിടാം. വെക്കേഷൻ ഫെയ്ത്ത് ഫെസ്റ്റ് ഇന്നത്തെ ചിന്താ വിഷയത്തിലേക്ക് സ്വാഗതം. സ്നേഹമുളെ ചക്കരമുത്തി ഉമ്മകളായിരം തന്നീടാം. ദൈവവചനം സ്വന്തമാക്കിടാനോടിവാ, ഓടിവാ, ഓടി ഓടിവാ. അമ്മേ, അമ്മേ, അമ്മ ഇത് എവിടെ പോയി കിടക്കുന്നു? അമ്മയ്ക്ക് അടുക്കളയിൽ എന്തോരം പണി കിടക്കുന്നു മോളെ. അമ്മയുടെ പണി തീർന്നിട്ട് ഒരു കാര്യവും നടക്കില്ല. അമ്മേ, ഇന്ന് ഉൽപ്പത്തി പുസ്തകം 2-ാം ദിനമല്ലേ? അമ്മ മറന്നോ? അമ്മ മറക്കോ? എന്റെ മോൾക്ക് ഓർമ്മയുണ്ടോന്നറിയാനാണ് അമ്മ മിണ്ടാതെ നിന്നത്. മറ്റുള്ളവരുടെ കുറ്റവും കുറവും കണ്ടെത്തി 10 ആളുകളോട് പറഞ്ഞില്ലെങ്കിൽ ഒരു സുഖവുമില്ല. സ്വന്തം കുറ്റങ്ങൾ മറച്ചുവെച്ച് മറ്റുള്ളവരെ വിധിക്കുന്ന ചിലരെ പരിചയപ്പെട്ടാലോ? ദൈവമാണ് പോലും ദൈവം. അതാരാണ്? ഇതുവരെയും നമ്മളാരും കാണാത്ത കേൾക്കാത്ത മറ്റൊരു ദേവൻ. അതിശക്തരായ 100 ദേവന്മാർ നമുക്കുള്ളപ്പോൾ മറ്റൊരു ദേവന്റെ പിന്നാലെ പോകേണ്ട ആവശ്യമുണ്ടോ? തേരാഹിന്റെ മോന് സമനില തെറ്റി കാണും. നമ്മുടെ ഗോത്രദേവന്മാരെയൊക്കെ വിട്ടിട്ട് അവൻ പോവാണ് പോലും. നമ്മളുണ്ടാക്കിയ വിഗ്രഹങ്ങളൊക്കെ തച്ചുടച്ചിട്ട്, അതും ബന്ധുക്കളായ നമ്മളെ വിട്ടിട്ട് അവൻ പോവോ? എന്നാ അതൊന്ന് കണ്ടിട്ട് തന്നെ. 75കാരന്റെ ഭൂതി കൊള്ളാം. നമ്മുടെ ദേവന്മാരെയും കൂട്ടുകാരായ നമ്മെ ഉപേക്ഷിച്ചിട്ട് ഇന്നലെ വന്ന് വിളിച്ചവന്റെ വാക്കും കേട്ട് പോയാൽ ശാപം കിട്ടു, നോക്കിക്കോ. ഇനി എന്ത് ശാപം? 65 പിന്നിട്ട വന്ധ്യയായ സാറായിമത്തുള്ള യാത്ര ചെല്ലുന്നിടമൊക്കെ നശിക്കും. അവൻ പോയിട്ട് വേണം അവൻ ഉപേക്ഷിച്ചു പോകുന്ന കൃഷിയിടങ്ങളും ആടുമാടുകളും പൊന്നും വെള്ളിയും ഒക്കെ നമുക്ക് പങ്കിട്ടെടുക്കാൻ. അതേ മക്കളെ, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും എന്ന ദൈവത്തിന്റെ വാഗ്ദാനം നമ്മിലൂടെ ഇന്നും നിറവേറിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ വാഗ്ദാനമനുസരിച്ചുള്ള സ്വന്തം പുത്രനെ കാണാൻ 25 വർഷം കാത്തിരിക്കേണ്ടി വന്നു. ഏകപുത്രനെ പോലും ബലിയായി നൽകണമെന്ന് ദൈവം ആവശ്യപ്പെട്ടപ്പോൾ ആരോടും ആലോചിക്കാതെ ദൈവത്തോട് യെസ് പറഞ്ഞ നമ്മുടെ മുത്തശ്ശനെ നമുക്ക് ഓർമ്മിക്കുകയും മാതൃകയാക്കുകയും ചെയ്യാം.
എത്തിച്ചേർന്ന നാട്ടിലെല്ലാം ഫാദർ അബ്രഹാം ബലിപീഠങ്ങൾ നിർമ്മിച്ചു ഫാദർ അബ്രഹാം. എത്തിച്ചേർന്ന നാട്ടിലെല്ലാം ഫാദർ അബ്രഹാം ബലിപീഠങ്ങൾ നിർമ്മിച്ചു ഫാദർ അബ്രഹാം. ബലവാനം ദൈവത്തിനു ഫാദർ അബ്രഹാം ബലിയർപ്പിച്ചു പ്രാർത്ഥിച്ചു ഫാദർ അബ്രഹാം. ബലവാനം ദൈവത്തിനു ഫാദർ അബ്രഹാം ബലിയർപ്പിച്ചു പ്രാർത്ഥിച്ചു ഫാദർ അബ്രഹാം. ഉൽപ്പത്തി 12:7 ഫാദർ അബ്രഹാം ഷെക്കേമിൽ ബലിയർപ്പിച്ചു ഫാദർ അബ്രഹാം. ഉൽപ്പത്തി 12:8 ഫാദർ അബ്രഹാം ബഥേലിൽ ബലിയർപ്പിച്ചു ഫാദർ അബ്രഹാം. ഉൽപ്പത്തി 12:7 ഫാദർ അബ്രഹാം ഷെക്കേമിൽ ബലിയർപ്പിച്ചു ഫാദർ അബ്രഹാം. ഉൽപ്പത്തി 12:8 ഫാദർ അബ്രഹാം ബഥേലിൽ ബലിയർപ്പിച്ചു ഫാദർ അബ്രഹാം. ഉൽപ്പത്തി 13:18 ഫാദർ അബ്രഹാം ഹെബ്രോണിൽ ബലിയർപ്പിച്ചു ഫാദർ അബ്രഹാം. ഉൽപ്പത്തി 22:9 മോറിയായിൽ ബലിയർപ്പിച്ചു ഫാദർ അബ്രഹാം. ഉൽപ്പത്തി 13:18 ഫാദർ അബ്രഹാം ഹെബ്രോണിൽ ബലിയർപ്പിച്ചു ഫാദർ അബ്രഹാം. ഉൽപ്പത്തി 22:9 മോറിയായിൽ ബലിയർപ്പിച്ചു ഫാദർ അബ്രഹാം. എത്തിച്ചേർന്ന നാട്ടിലെല്ലാം ഫാദർ അബ്രഹാം ബലിപീഠങ്ങൾ നിർമ്മിച്ചു ഫാദർ അബ്രഹാം. എത്തിച്ചേർന്ന നാട്ടിലെല്ലാം ഫാദർ അബ്രഹാം ബലിപീഠങ്ങൾ നിർമ്മിച്ചു ഫാദർ അബ്രഹാം. ബലവാനം ദൈവത്തിനു ഫാദർ അബ്രഹാം ബലിയർപ്പിച്ചു പ്രാർത്ഥിച്ചു ഫാദർ അബ്രഹാം. ബലവാനം ദൈവത്തിനു ഫാദർ അബ്രഹാം ബലിയർപ്പിച്ചു പ്രാർത്ഥിച്ചു ഫാദർ അബ്രഹാം. ഉൽപ്പത്തി 12:7 ഫാദർ അബ്രഹാം ഷെക്കേമിൽ ബലിയർപ്പിച്ചു ഫാദർ അബ്രഹാം. ഉൽപ്പത്തി 12:8 ഫാദർ അബ്രഹാം ബഥേലിൽ ബലിയർപ്പിച്ചു ഫാദർ അബ്രഹാം. ഉൽപ്പത്തി 12:7 ഫാദർ അബ്രഹാം ഷെക്കേമിൽ ബലിയർപ്പിച്ചു ഫാദർ അബ്രഹാം. ഉൽപ്പത്തി 12:8 ഫാദർ അബ്രഹാം ബഥേലിൽ ബലിയർപ്പിച്ചു ഫാദർ അബ്രഹാം.
ഉൽപ്പത്തി 13:18 ഫാദർ അബ്രഹാം ഹെബ്രോണിൽ ബലിയർപ്പിച്ചു ഫാദർ അബ്രഹാം. ഉൽപ്പത്തി 22:9 മോറിയായിൽ ബലിയർപ്പിച്ചു ഫാദർ അബ്രഹാം. ഉൽപ്പത്തി 13:18 ഫാദർ അബ്രഹാം ഹെബ്രോണിൽ ബലിയർപ്പിച്ചു ഫാദർ അബ്രഹാം. ഉൽപ്പത്തി 22:9 മോറിയായിൽ ബലിയർപ്പിച്ചു ഫാദർ അബ്രഹാം. എത്തിച്ചേർന്ന നാട്ടിലെല്ലാം ഫാദർ അബ്രഹാം ബലിപീഠങ്ങൾ നിർമ്മിച്ചു ഫാദർ അബ്രഹാം. എത്തിച്ചേർന്ന നാട്ടിലെല്ലാം ഫാദർ അബ്രഹാം ബലിപീഠങ്ങൾ നിർമ്മിച്ചു ഫാദർ അബ്രഹാം. ബലവാനം ദൈവത്തിനു ഫാദർ അബ്രഹാം ബലിയർപ്പിച്ചു പ്രാർത്ഥിച്ചു ഫാദർ അബ്രഹാം. ബലവാനം ദൈവത്തിനു ഫാദർ അബ്രഹാം ബലിയർപ്പിച്ചു പ്രാർത്ഥിച്ചു ഫാദർ അബ്രഹാം. ഉൽപ്പത്തി 12:7 ഫാദർ അബ്രഹാം ഷെക്കേമിൽ ബലിയർപ്പിച്ചു ഫാദർ അബ്രഹാം. ഉൽപ്പത്തി 12:8 ഫാദർ അബ്രഹാം ബഥേലിൽ ബലിയർപ്പിച്ചു ഫാദർ അബ്രഹാം. ഉൽപ്പത്തി 12:7 ഫാദർ അബ്രഹാം ഷെക്കേമിൽ ബലിയർപ്പിച്ചു ഫാദർ അബ്രഹാം. ഉൽപ്പത്തി 12:8 ഫാദർ അബ്രഹാം ബഥേലിൽ ബലിയർപ്പിച്ചു ഫാദർ അബ്രഹാം. ഉൽപ്പത്തി 13:18 ഫാദർ അബ്രഹാം ഹെബ്രോണിൽ ബലിയർപ്പിച്ചു ഫാദർ അബ്രഹാം. സ്നേഹമുളി ചക്കരമുത്തി ഉമ്മകളായിരം തന്നീടാം. ദൈവവചനം സ്വന്തമാക്കിടാനോടിവാ ഓടിവാ ഓടി ഓടിവാ. അമ്മേ അമ്മേ അമ്മ ഇതെന്താ അറക്കാ? ഒന്ന് എണീറ്റേ. മിടുക്കി. VFF തുടങ്ങി എന്റെ പൊന്നുമോള് മിടുക്കിയായി. സ്കൂളിൽ പോകാൻ എന്ന് ഞാൻ വിളിച്ചെഴുന്നേൽപ്പിക്കണായിരുന്നു. ഇപ്പൊ നേരത്തെ എണീക്കാൻ തുടങ്ങി. ബൈബിള് പഠിക്കാൻ ഉത്സാഹവും ആയിട്ടുണ്ട്. വാചമടിയൊന്ന് നിർത്തിക്കേ. നമുക്ക് 3-ാം ദിവസം തുടങ്ങണ്ടേ? വേണം വേണം. ബൈബിള് പഠിക്കാനുള്ള എന്റെ പൊന്നുമോളുടെ ആവേശം എല്ലാ കുഞ്ഞുമക്കളും കണ്ട് പഠിക്കട്ടെ.
മലമുകളിൽ ഒരുക്കപ്പെട്ട ബലിപീഠത്തിൽ കൈകാലുകൾ ബന്ധിക്കപ്പെട്ട് സ്വന്തം പിതാവിന്റെ കൊലക്കത്തിക്ക് കീഴെ പിടയുന്ന ഹൃദയവുമായി കിടക്കുന്ന മകൻ. കാനാന്യരായ നമ്മുടെ നാട്ടിൽ താമസിച്ചിട്ടും മരുമകളെ കണ്ടെത്താൻ സ്വന്തം നാട്ടിലേക്ക് അബ്രഹാം ആളെ വിട്ടെന്ന് കേട്ടല്ലോ. ബന്ധമെടുക്കുന്ന കാര്യം വന്നപ്പോ അവന് നമ്മളെ വേണ്ട. ഏയ്, ബന്ധമെടുക്കാൻ ചാർച്ചക്കാരെ അന്വേഷിച്ചു പോകേണ്ട ഒരു ഗതികേട്. പക്ഷേ മോനെ അങ്ങോട്ട് വിട്ടുകൊടുക്കുന്ന ഒരു ഇടപാടിനും അബ്രഹാം ഒരുക്കമല്ല. വിജാതിയരുടെ ഇടയിലും വിവേകത്തോടെ ജീവിച്ചവൻ, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവത്തെ മറക്കാത്തവൻ. അന്ന് പെണ്ണന്വേഷിച്ച് നടന്ന അവർ മെസപ്പൊട്ടോമിയയിലെത്തി. അബ്രഹാത്തിന്റെ സഹോദരനായ നാഹോറിന് ഭാര്യ മിൽക്കായിലുണ്ടായ ബത്തുവേലിന്റെ മകളായ റെബേക്കായെ പുത്രന് ഭാര്യയായി കണ്ടെത്തി. സ്നേഹമോളെ, ഇന്നലത്തെ ആശംസാ കാർഡിലെ വിഷയം എന്തായിരുന്നു? മിൽക്കി സദേക്കുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ചെയ്തത്. കൊള്ളാം മോളെ. രാജാവും പുരോഹിതനുമായ അദ്ദേഹം അല്ലേ ആദ്യമായി അപ്പവും വീഞ്ഞും കാഴ്ചവെച്ചത്? ഈശോയ്ക്ക് മുമ്പ് അപ്പവും വീഞ്ഞും കാഴ്ചവെച്ച് ചരിത്രത്തിലിടം നേടിയ നിത്യപുരോഹിതൻ. പിന്നിട്ടൊരബ്രഹാത്തിന്റെ വീട്ടിലൊരുണ്ണി പിറന്നു. 100 പിന്നിട്ടൊരബ്രഹാത്തിന്റെ വീട്ടിലൊരുണ്ണി പിറന്നു. മാളോർ മച്ചിയെന്ന് മുദ്ര കുത്തിയ സാറാമ്മ ചിരിക്കുന്നു. മാളോർ മച്ചിയെന്ന് മുദ്ര കുത്തിയ സാറാമ്മ ചിരിക്കുന്നു. ചിരിക്കാം ചിരിക്കാം ചിരിച്ചു കൊണ്ടിസഹ അബ്രഹത്തിൻ മകനായി പിറക്കുന്നു. ചിരിക്കാം ചിരിക്കാം ചിരിച്ചു കൊണ്ടിസഹ അബ്രഹത്തിൻ മകനായി പിറക്കുന്നു. 100 പിന്നിട്ടൊരബ്രഹാത്തിന്റെ വീട്ടിലൊരുണ്ണി പിറന്നു. തീയും വിറകുമതായല്ലോ കുഞ്ഞാടെവിടെയാണപ്പാ. തീയും വിറകുമതായല്ലോ കുഞ്ഞാടെവിടെയാണപ്പാ. ബലിയാട് താനെന്നറിയാതെ പോയി അബ്രഹാമിൻ പ്രിയപുത്രൻ. ബലിമൃഗമാണെന്നറിയാതെ ഇസഹാക്ക് അനുസരണത്തിൻ മാതൃകയാൽ. ബലിമൃഗമാണെന്നറിയാതെ ഇസഹാക്ക് അനുസരണത്തിൻ മാതൃകയാൽ. മോറിയ മാമലയിൽ വിറകുകൾക്കു നടുവിൽ ബന്ധിതനായി കിടന്നു ഇസഹാക്ക്. മോറിയ മാമലയിൽ വിറകുകൾക്കു നടുവിൽ ബന്ധിതനായി കിടന്നു ഇസഹാക്ക്. അബ്രഹാം, നീ കുട്ടിയുടെ മേൽ കൈവയ്ക്കരുത്.
വെക്കേഷൻ ഫെയ്ത്ത് ഫെസ്റ്റ് ഇന്നത്തെ ചിന്താ വിഷയത്തിലേക്ക് സ്വാഗതം. സ്നേഹമുളെ ചക്കരമുത്തി ഉമ്മകളായിരം തന്നീടാം. ദൈവവചനം സ്വന്തമാക്കിടാനോടിവാ ഓടിവാ ഓടി ഓടിവാ. മോളെ സ്നേഹേ, ആ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടില്ലേ? ഒന്നെടുത്തേ. എപ്പോഴും ബൈബിള് വായിച്ചോണ്ടിരുന്നാ ശരിയാവില്ല കേട്ടോ. ഫോൺ എടുത്താൽ എന്റെ കോൺസെൻട്രേഷൻ പോവൂ അമ്മേ. അത് കൊള്ളാം. എന്റെ കണ്ണൊന്ന് തെറ്റിയാൽ മൊബൈലിൽ ഗെയിം കളിക്കുന്ന നീയാണോ ഈ പറയുന്നേ? വെറുതെ സമയം കൊല്ലി ഗെയിമുകളൊക്കെ. ബൈബിൾ വന്നപ്പോൾ ഞാൻ അങ്ങ് നിർത്തി. എന്റെ പൊന്നുമോൾ ഇപ്പോ സുന്ദരിയായി. ഞാൻ അമ്മയുടെ അല്ലേ മോൾ? ദേ അമ്മേ, ഇന്ന് 4-ാം ദിവസാ, അത് മറക്കണ്ട. അല്ല, നീയാണോ അതോ ഞാനാണോ അമ്മ? എന്റെ അമ്മ സൂപ്പറാണ്. ബൈബിൾ തന്നെ എന്റെ ഹീറോ. ബൈബിളിലെ ആദ്യ ഇരട്ടകളുടെ കഥ കേൾക്കാം കൂട്ടരെ. 40-ാം വയസ്സിൽ റബേക്കായെ ഭാര്യയായി സ്വീകരിച്ച ഇസഹാക്ക് വന്ധ്യയായ തന്റെ ഭാര്യയ്ക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു. കർത്താവ് അവന്റെ പ്രാർത്ഥന കേൾക്കുകയും റബേക്ക ഗർഭിണിയാവുകയും ചെയ്തു. അറിഞ്ഞോ, നമ്മുടെ യജമാനത്തെ പ്രസവിച്ചു. ദൈവ യജമാനന്റെ പ്രാർത്ഥന കേട്ടു. കേട്ട് കേൾവിയില്ലാത്ത അത്ഭുതം. 2 ആൺകുട്ടികളാണ് ഒരുമിച്ച് പറന്നു വീണത്. ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? ദേഹം മുഴുവൻ രോമങ്ങളുമായി പുറത്തു വന്ന ആദ്യജാതൻ ചുമന്നിരിക്കുന്നു എന്ന് പറഞ്ഞു കേട്ടു. അവന്റെ കുതികാലിൽ പിടിച്ചാണ് 2ാമൻ പുറത്തു വന്നത്. 60-ാം വയസ്സിൽ നമ്മുടെ യജമാനോട് ദൈവം കരുണ കാണിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ ചില കയറ്റിറക്കങ്ങൾ നമ്മൾ നിസാരമെന്നു കരുതി തള്ളിക്കളയരുത്. അല്പം പയറുപായസത്തിനു വേണ്ടി കടിഞ്ഞൂലവകാശം നഷ്ടപ്പെടുത്തിയപ്പോൾ പുതിയൊരു ചരിത്രത്തിനു തുടക്കമായി. കാത്തിരുന്നു കാണാം. ഗോവണി 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 ഗോവണി, ഭൂമിയിലേക്കിറക്കി വച്ച ഗോവണി ഗോവണി, മാലാഖമാരവർ കയറിയിറങ്ങും ഗോവണി ഗോവണി. ഗോവണി 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 ഗോവണി, ഭൂമിയിലേക്കിറക്കി വച്ച ഗോവണി ഗോവണി, മാലാഖമാരവർ കയറിയിറങ്ങും ഗോവണി ഗോവണി.
മല്ലിട്ടു 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 ദൈവത്തോടാദ്യമായി മല്ലിട്ടു 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 ദൈവത്തോടാദ്യമായി മല്ലിട്ടു ജയിച്ച യാക്കോബ് തന്റെ മക്കൾ ഈ ഭൂമിയിൽ നമ്മൾ ഇസ്രയേലിൻ മക്കൾ മല്ലിട്ടു ജയിച്ച യാക്കോബ് തന്റെ മക്കൾ ഈ ഭൂമിയിൽ നമ്മൾ ഇസ്രയേലിൻ മക്കൾ കുമ്പിട്ട് 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 കുമ്പിട്ടു ഏസാവിൻ മുന്നിലായി കുമ്പിട്ട് 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 ഏസാവിൻ മുന്നിലായി വീറും വിരോധവും മാറ്റിവച്ചിന്ന് തോളോട് തോൾ ചേർന്നിടാം ഒന്നായി ചേർന്ന് മുന്നേറിടാം വീറും വിരോധവും മാറ്റിവച്ചിന്ന് തോളോട് തോൾ ചേർന്നിടാം ഒന്നായി ചേർന്ന് മുന്നേറിടാം ഗോവണി 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 ഭൂമിയിലേക്കിറക്കി വച്ച ഗോവണി ഗോവണി മാലാഖമാരവർ കയറിയിറങ്ങും ഗോവണി 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 ഭൂമിയിലേക്കിറക്കി വച്ച ഗോവണി ഗോവണി മാലാഖമാരവർ കയറിയിറങ്ങും ഗോവണി ഗോവണി മല്ലിട്ടു 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 ദൈവത്തോടാദ്യമായി മല്ലിട്ടു 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 ദൈവത്തോടാദ്യമായി മല്ലിട്ടു ജയിച്ച യാക്കോബ് തന്റെ മക്കൾ ഈ ഭൂമിയിൽ നമ്മൾ ഇസ്രയേലിൻ മക്കൾ മല്ലിട്ടു ജയിച്ച യാക്കോബ് തന്റെ മക്കൾ ഈ ഭൂമിയിൽ നമ്മൾ ഇസ്രയേലിൻ മക്കൾ കുമ്പിട്ട് 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 കുമ്പിട്ടു ഏസാവിൻ മുന്നിലായി കുമ്പിട്ട് 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 ഏസാവിൻ മുന്നിലായി വീറും വിരോധവും മാറ്റിവച്ചിന്ന് തോളോട് തോൾ ചേർന്നിടാം ഒന്നായി ചേർന്ന് മുന്നേറിടാം വീറും വിരോധവും മാറ്റിവച്ചിന്ന് തോളോട് തോൾ ചേർന്നിടാം ഒന്നായി ചേർന്ന് മുന്നേറിടാം മല്ലിട്ടു 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 ദൈവത്തോടാദ്യമായി മല്ലിട്ടു 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 ദൈവത്തോടാദ്യമായി മല്ലിട്ടു ജയിച്ച യാക്കോബ് തന്റെ മക്കൾ ഈ ഭൂമിയിൽ നമ്മൾ ഇസ്രയേലിൻ മക്കൾ മല്ലിട്ടു ജയിച്ച യാക്കോബ് വെക്കേഷൻ ഫെയ്ത്ത് ഫെസ്റ്റ് ഇന്നത്തെ ചിന്താ വിഷയത്തിലേക്ക് സ്വാഗതം. സ്നേഹമുളെ ചക്കരമുത്തി ഉമ്മകളായിരം തന്നീടാം ദൈവവചനം സ്വന്തമാക്കിടാനോടിവാ ഓടിവാ ഓടി ഓടിവാ
എന്തേ കാന്താരി ഇന്ന് എണീക്കുന്നില്ലേ? ഓ, ഒരു രസവും ഇല്ല. ഇന്ന് കൊടിയിറക്ക. VF ഇന്ന് തീരും. ഓ, അതിന്റെ പ്രതിഷേധമാണോ? പിന്നെങ്ങനെ പ്രതിഷേധിക്കാതിരിക്കും? എന്തോരം കഥകളാണ് പഠിച്ചത്. എല്ലാം ഇന്നുകൊണ്ട് തീരും. ഇന്നുകൊണ്ട് തീർക്കണ്ടെന്ന് തീരുമാനിച്ച പോരെ? ബൈബിളിൽ മുങ്ങിത്തപ്പിയാൽ നിറയെ മുത്തുകളാ മോളെ. അറിഞ്ഞതിനേക്കാൾ അറിയാനുള്ളതിനാണ് കൂടുതൽ മധുരം. എന്ന് പറഞ്ഞാൽ എന്താ അമ്മേ? എനിക്കൊന്നും മനസ്സിലായില്ല. തുടക്കം ഹൃദ്യമായിരുന്നു. ഇനിയും അത് തുടരണം. എന്നും ബൈബിള് വായിക്കണം, പഠിക്കണം, ജീവിക്കണം, സാക്ഷ്യമേകണം. ഇന്ന് തീരുകയല്ല, ഇന്ന് തുടങ്ങണം. ഉൽപ്പത്തി പുസ്തകത്തിന്റെ അവസാന ഭാഗത്ത് ഒരു സ്വപ്നക്കാരനുണ്ട്. യാക്കോബിന് വാർദ്ധക്യത്തിലുണ്ടായ മകൻ. ആ മധുര 17കാരനെ കാണാൻ തന്നെ എന്തൊരു ഭംഗിയായിരുന്നു. എല്ലാവരുടെയും വാത്സല്യം നേടിയെടുത്തവൻ. 12 പേരിൽ യജമാനന്റെ സ്നേഹത്തിന് പാത്രമായവൻ. ചുമ്മാതല്ല അവൻ ഈ ഗതി വന്നത്. ആ, എല്ലാവരുടെയും അസൂയക്കും അവൻ കാരണമായി. അവനെ ഇപ്പോൾ കാണാനില്ലല്ലോ. ഞാനും കേട്ടു. ചേട്ടന്മാർ ചേർന്ന് കൊന്നെന്നോ വിറ്റെന്നോ ആർക്കറിയാം. വലിയ വീട്ടിലെ സംഭവങ്ങൾ രഹസ്യമല്ലേ. ആ, അരമന രഹസ്യം അങ്ങാടി പാട്ട്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ആ സ്വപ്നക്കാരനെ. അതേ കൂട്ടൻ അവന്റെ പലായനം വീടിനും നാടിനും ദുഃഖമായി. എന്നാൽ അങ്ങു ദൂരെ ഈജിപ്തിൽ നാടിനും വീടിനും വീട്ടുകാർക്കും മാത്രമല്ല ലോകത്തിനു മുഴുവനും അന്നമേകുന്ന ദൈവീക പദ്ധതിയുടെ ഒരുക്കത്തിലായിരുന്നു നമ്മുടെ സ്വപ്നക്കാരൻ. കൂടുതൽ പറയുന്നില്ല. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കുന്നുമില്ല. സ്വപ്നക്കാരൻ ജോസഫേ, എന്റെ സ്വന്തക്കാരൻ ജോസഫേ, പറവ് കണ്ട സ്വപ്നങ്ങൾ ഞങ്ങളോടായി പറയാമോ? സ്വപ്നക്കാരൻ ജോസഫേ, എന്റെ സ്വന്തക്കാരൻ ജോസഫേ, പറവ് കണ്ട സ്വപ്നങ്ങൾ ഞങ്ങളോടായി പറയാമോ? തന്നന താനാ
സ്വപ്നക്കാരൻ ജോസഫേ എന്റെ സ്വന്തക്കാരൻ ജോസഫേ പറവു കണ്ട സ്വപ്നങ്ങൾ ഞങ്ങളോടായി പറയാമോ സ്വപ്നക്കാരൻ ജോസഫേ എന്റെ സ്വന്തക്കാരൻ ജോസഫേ പറവു കണ്ട സ്വപ്നങ്ങൾ ഞങ്ങളോടായി പറയാമോ കൊഴുത്ത പശു